അടുത്ത് ഇൻറ്റീരിയർ ആണ്. അതായത് സാധാരണ റെവിറ്റിൽ ആരും ഇൻറ്റീരിയർ ചെയ്യാറില്ല, അത്ര പ്രൊഫഷൻ കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ട് ഇൻറ്റീരിയർ നോക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ലെവൽ 1 എടുത്തു, ഒരു വാളും എടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാൾ വരക്കാം. ഒരു വാൾ വരച്ചു, സൈസ് കറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈസ് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു ഓപ്പണാക്കി ഇട്ട് കൊടുത്തു, വാളായി മാറും. ഇനി ഈസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 310 310, ഇപ്പോൾ 300 310 ഇട്ട് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, ലെവൽ 2 ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ലെവൽ 1 എടുത്തിട്ട് അതിൻ്റെ പ്ലിന്ത് കൊടുക്കാം. പ്ലിന്ത് കൊടുക്കാൻ വേണ്ടി സ്ട്രെച്ചറിൽ നമുക്കറിയാം സ്ലാബ് എടുക്കുക. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്ത് ഇട്ട് കൊടുത്തു, നേരെ എന്ത് ചെയ്യുക, സ്ലാബ് ഇട്ട് കൊടുത്തു, നേരെ ഫിനിഷ് ഇട്ട് കൊടുത്തു, സ്ലാബായി മാറി. ലെവൽ 2 എടുത്ത് റൂഫ് ഇട്ട് കൊടുക്കുകയാണ്. റൂഫ് ആർട്ടിച്ചറിൽ റൂഫ് എടുത്തു. അതും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, റെക്റ്റാങ്കിൾ എടുത്തു, നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൂഫ് ഇട്ട് കൊടുത്തു. സ്ലോപ്പ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ സ്ലോപ്പ് ഓഫ് ചെയ്യുക, ഡിഫൈൻ സ്ലോപ്പ് ഓഫ് ചെയ്യുക, ഫിനിഷ് ഇട്ട് കൊടുക്കുക. 3D എടുത്തു. ഇതെന്തൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷെയ്ഡ് ഇട്ടെടുക്കുക. അപ്പോൾ റൂമായി മാറി. നമുക്കതിൽ ഡോർ വിൻഡൊക്കെ ആവശ്യമുള്ള കൊടുക്കാൻ കൊടുക്കണില്ല. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, കട്ടിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ആർക്കിടെക്ചറിൽ വരിക, കമ്പോണൻസിൽ പ്ലേസ് എ കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ഫാമിലി വരിക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഡെസ്കിൽ RV1096 ഈ ലൈബ്രറീസിൽ ഇന്ത്യയിൽ ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫർണിച്ചറൊക്കെ നോക്കുക. അപ്പോൾ ഏതാ ബെഡ് ഇട്ട് കൊടുക്കുക, സെലക്ട് ചെയ്യുക, ഓപ്പൺ ഇട്ട് കൊടുക്കുക, നേരെ ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിംഗ് ഉണ്ട്. ലൈറ്റ് സീലിംഗ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇരിക്കും ഇതുമ്പോൾ അപ്ലൈ ആവില്ല. അപ്പോൾ സീലിംഗ് കൊടുക്കണം. അപ്പോൾ സീലിംഗ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പിന്നെ ലെവൽ 1 എടുത്തു. ഇവിടെ ഉണ്ടോ സീലിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സീലിംഗ് ഉണ്ടോ, സീലിംഗ് എടുക്കുക. അതിലുണ്ടാവും സ്കെച്ച് സീലിംഗ് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഉണ്ട് അളവ്, ഹൈറ്റ് ഓഫ് സെറ്റ്, അത് ലെവൽ 1 നിന്ന് എത്ര ഉയരം വേണ്ടതാണ്. അപ്പോൾ ലെവൽ 1 നിന്ന് എന്ത് ചെയ്യുക, ഒരു 250 ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ റെക്റ്റാങ്കിൾ എടുത്താൽ റെക്റ്റാങ്കിൾ ഉള്ളിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ട് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യുക, അവിടെ നിന്നുണ്ടാവും. ഇനി വീണ്ടും എന്ത് ചെയ്യുക, നമുക്ക് സീലിംഗ് എടുത്തു, വീണ്ടും എന്ത് ചെയ്യുക, സ്കെച്ച് സീലിംഗ് എടുത്തു. ഇനി 250 270 ഇട്ട് കൊടുത്തു, 270. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ഇപ്പോൾ ആർക്കോ എന്തെങ്കിലും ഇട്ടിട്ട് എന്ത് ചെയ്യുക, ആർക്ക് ഇട്ട് കൊടുത്തു, ഇട്ട് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വീണ്ടും ലൈൻ എടുത്തിട്ട് നേരെ ക്ലോസ് ചെയ്യുക, അത് ഫിനിഷ് ഇട്ട് കൊടുത്തു. ഇനി 3 എടുത്ത് നോക്കുക, കണ്ടോ അവിടെയൊക്കെ ആ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇനി ലൈറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, കമ്പോണൻസിൽ പിന്നെ പ്ലേസ് കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ഫാമിലി വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കുക. RV1096 ലൈബ്രറീസ് ഇന്ത്യ, ലൈറ്റിംഗ് എടുക്കുക. അതിൽ ആർക്കിടെക്ചറിൽ ഇന്ത്യ ലൈറ്റ്, അതിൽ സീലിംഗ് ലൈറ്റ് ഉണ്ടാവും, ഓപ്പൺ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഇതുമ്പോൾ അപ്ലൈ ആവില്ല, ഈ സീലിംഗേ അപ്ലൈ ആവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിന് ക്യാമറ ഇട്ട് കൊടുക്കുക. ലെവൽ 1 ഇട്ട് കൊടുത്തു. പിന്നെ വ്യൂവിൽ 3D വ്യൂവിൽ ക്യാമറ ഇട്ട് കൊടുക്കുക. നേരെ ക്ലിക്ക് ചെയ്തു ക്യാമറ. ആ ക്യാമറ അഡ്ജസ്റ്റ് എങ്ങനെ വേണ്ട ഇട്ട് കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. അതാ ഇട്ട് കൊടുക്കുക, വി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ RR അടിച്ചിട്ട് നമുക്കിവിടെ ഇൻറ്റീരിയറിനാക്കണം. ഇൻറ്റീരിയർ ആർട്ടിസ്റ്റോണിൽ ഇട്ട് കൊടുത്താൽ ആ രൂപത്തിലേക്കാണ് നമുക്ക് റെൻഡർ ആവുക. അപ്പോൾ അവിടെ ക്വാളിറ്റി കൂട്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെൻഡർ ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കണം. അപ്പോൾ ആ ലൈറ്റ് മാത്രം പ്രകാശിക്കും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്പോർട്ട് പറ്റിയൊക്കെ എന്ത് പിക്ചർ സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെവിറ്റിൽ എടുക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് നിങ്ങൾ ചെയ്ത് നല്ല ലെവലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അപ്പോൾ ഓക്കെ.